ഡോക്ടർ ഖുറാന അങ്കിൾ, നിങ്ങളുടെ ഏത് തരം ഇൻവെൻഷൻ കാണിക്കാനാ ഞങ്ങളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? രണ്ട് വാക്കിൽ പറയണമെങ്കിൽ യോയോ. കലക്കി അങ്കിൾ, ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി നിങ്ങൾ യോയോ റെഡിയാക്കിയിരിക്കാണോ? താങ്ക് യു. അല്ലല്ല ടോണി, ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനമല്ല. എന്താ പറ്റിയത് സാറേ? നിങ്ങൾ ചെന്ന് ആരെങ്കിലും ഇടിച്ചാൽ അവര് തെറിച്ചു പോകും. പക്ഷെ ഇന്ന് ടോണി നിങ്ങളെ ക്ലീൻ ബൗൾഡാക്കി കളഞ്ഞല്ലോ. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. മോനെ ടോണി, അത് നീ വിചാരിക്കുന്ന പോലെ ടോയ് ഒന്നുമല്ല. അത് ഭയങ്കര ശക്തിയുള്ള ഒരു വെപ്പണാണ്. കളപ്പൂച്ചയുടെ പേര് ടിൻറ്റുവാണ്. ഞങ്ങളുടെ ടോണി ബോസിന്റെ പേര് മരമണ്ടനാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. പക്ഷെ അങ്കിൾ, ഈ ചെറിയ യോയോ എങ്ങനെയാ ഇത്രയ്ക്ക് പവർഫുൾ ആകുന്നത്? ഇപ്പൊ ഞാനത് കാണിച്ചു തരാൻ. കേക്കോ, ഒരല്പം മാറി നിൽക്ക്. എന്റെ അമ്മച്ചിയെ, എത്ര വലിയ ഓളം അവിടെ ഉണ്ടായിരിക്കുന്ന. ഞാനൊരു അല്പം കഴിച്ചോട്ടെ. കണ്ടോ, എന്റെ ഈ യോയോ ചെന്ന് തട്ടിയതും ഏത് സാധനമായാലും അത് ചിന്ന ഭിന്നമായി ചിതറിപ്പോകും. ഡോക്ടർ ഖുറാന അങ്കിൾ, നിങ്ങൾ കണ്ടുപിടിച്ച ഈ യോയോയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഡിസ്ട്രക്റ്റീവ്. ഡിസ്ട്രക്റ്റീവിനെക്കാളും ഒരുപാട് ഡിസ്ട്രക്റ്റീവ് ആണ്. വെരി വെരി ഡിസ്ട്രക്റ്റീവ്. ഈ കൊച്ചു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. വിശപ്പിനെ ഡിസ്ട്രോയ് ചെയ്തേക്കാം. ഈ ഡിവൈസ് ശരിക്കും ഡിസ്ട്രക്റ്റീവ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റീവ് മെത്തേഡിൽ ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, നമുക്ക് ഈ യോയോ ഉപയോഗിച്ച് ഒരുപാട് ദൂരെ പോയി നിന്നിട്ട് മലശിഖരങ്ങൾക്കുള്ളിൽ വളരെ റിലാക്സ് ആയിട്ട് ടണൽസ് നിർമ്മിക്കാൻ പറ്റും. അത്ഭുതകരമായ കാര്യമാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഡോക്ടർ ഖുറാന. ഇത് വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ടണൽസ് വഴി റോഡ്സും റെയിൽവേ ട്രാക്സും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അയ്യോ, ഈ യോയോ ഫാന്റാസ്റ്റിക് ഇൻവെൻഷൻ തന്നെയാ. പക്ഷേ അത് തെറ്റായ കൈകളിൽ ചെന്ന് പെട്ടാലുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കുരുത്തം കെട്ടവൻ ടോട്ടൽ ലോകത്തിനെയും ടണലാക്കി കളഞ്ഞാലോ. ചെമ്പോണ്ണ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ യോയോ തെറ്റായ കയ്യിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പവർഫുൾ ഡിവൈസിൽ നിന്ന് പവർഫുൾ വെപ്പണായി മാറും. അതുകൊണ്ട് നാളെ ഞാൻ ഈ യോയോയെ എന്റെ ഹൈ സെക്യൂരിറ്റി ലാബ്, അത് സൺസിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇരിക്കുന്നത്, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമേ എനിക്ക് സെക്യൂരിറ്റി ആവശ്യമുണ്ട്. പറക്കുന്നത് ഈച്ചയായാലും കോക്രോച്ച് ആയാലും വരെ ഒറ്റത്തട്ടുന്ന് ഞങ്ങൾ കൊന്നിരിക്കും. സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, അതായത് നാളെ വരെ ഈ യോയോയെ ഉണ്ടല്ലോ സൺ സിറ്റിയുടെ സേഫ് പോലീസ് കസ്റ്റഡിയിൽ വെക്കാമെന്നാ ഉദ്ദേശിക്കുന്നത്. പോലീസ് സെക്യൂരിറ്റി കൊടുക്കാൻ വിചാരിക്കുന്നു. അതേതായാലും ശരിയാണ്. ശരി, ഞാൻ ചെന്ന് അതവിടെ കൊണ്ടുപോയി വെച്ചേക്കാം. ഇത് സൺസിറ്റിയുടെ വളരെ സേഫായ ഒരു ലോക്കറാണ്. ഇവിടെ ആരെങ്കിലും ഇത്ര ഉയരത്തിൽ വന്നു ചേരുന്നത് പ്രയാസവുമാണ്, സാധ്യമല്ലാത്തതുമാണ്. കാരണം ലിഫ്റ്റും സ്റ്റെയർ കേസും രണ്ടും നമ്മൾ ക്ലോസ് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഓക്കെ മേയർ, ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഈ യോയോ ഇതിനകത്ത് തന്നെ വെച്ചേക്കാം. അയ്യോ, എല്ലാരും വായും പൊളിച്ച് മുകളിലോട്ടെന്നാ നോക്കി നിൽക്കുന്നേ. ആകാശത്തുനിന്ന് ലഡു അല്ലെങ്കിൽ പേട വന്ന് വീഴുന്ന് വിചാരിച്ചിരിക്കാണോ? ലഡു പേട വരുമോന്ന് അറിയില്ല, പക്ഷെ ഒരല്പം ബാലൻസ് മിസ്സായാൽ മാത്രം മതി. അപ്പതേ അയാള് തലയും കുത്തി താഴെ വീണ് ഇവിടെ വന്ന് ഫ്ലാറ്റ് ആയിട്ട് കിടക്കേണ്ടി വരും. അയാൾ ഇത്ര ഉയരത്തിൽ ചെന്ന് അവിടെ എന്തെടുക്കുകയാണ്? അയാൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അതിനെ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ സ്റ്റാൻഡ്. പിന്നെ ഇവിടെ നടക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിന് രണ്ട് വാക്കിൽ പറയണമെങ്കിൽ ഫിലിം ഷൂട്ടിംഗ്. അയ്യോ, പക്ഷെ ക്യാമറ എവിടെയാ ഉള്ളത്? എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. ഷൂട്ടിങ്ങിൽ ക്യാമറമാൻ ഉണ്ട്,
പക്ഷേ ഡയറക്ടർ എവിടെയാ? ഞാനാണ് ജാക്ക്, ഡയറക്ടർ കം ക്യാമറാമാന്റെ കോംബോ പാക്ക്. അതായത് ഈ ഫിലിമിന്റെ ഡയറക്ടർ ആൻഡ് ക്യാമറാമാൻ രണ്ടും ഞാൻ തന്നെയാണ്. ഓക്കേ, സൗണ്ട്, ക്യാമറ ആൻഡ് ആക്ഷൻ. എന്റെ അമ്മച്ചി, എനിക്കത് കാണുമ്പോ ഭയങ്കര ടെൻഷൻ ആവുന്നു. എന്താ ഇത്? എന്തായാലും ഒരല്പം കഴിച്ചോട്ടെ. വിശപ്പ് കുറഞ്ഞാൽ ടെൻഷനും അങ്ങ് കുറയുന്നേ. റോപ്പ് മാൻ എല്ലാം തട്ടി തകർക്കും. ലോകത്തിൽ ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. അയാള് ഗ്ലാസ് പൊട്ടിച്ച് ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോറിൽ എത്തിച്ചേർന്നിരിക്കുക. ഈഷ്, ആ പവർഫുൾ യോയോ ആ ടവറിന്റെ ടോപ്പ് ഫ്ലോറിലാണ് വെച്ചിരിക്കുന്നത്. ഈഷ്, മമ്മി പ്ലീസ് യോയോ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. റോപ്പ് മാന്റെ കയറ് അതാരെയും വിട്ടേക്കില്ല. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. അതായത് എന്തോ അപകടമുണ്ടെന്ന് അർത്ഥം. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ജനങ്ങൾ ടവറിൽ നിന്ന് താഴെ വീണോണ്ടിരിക്കുക. വേഗം വാ. ഫോർമുല നമ്പർ 55 അപ്ലൈ ചെയ്യ്. ഓക്കേ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 55. ഹലോ മിസ്റ്റർ, നിങ്ങൾ യോയോ അടിച്ചു മാറ്റി വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. റോപ്പ് മാന്റെ ഈ റോപ്പ് ആരെയും വിട്ടുവെക്കില്ല. ടോട്ടൽ സിസ്റ്റമും ബ്ലോക്ക് ആയിരിക്കുകയാണ് കീക്കോ. ഫ്ലൈയിങ് മോഡ് ശരിക്കും ജോലി ചെയ്യുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 75 അപ്ലൈ ചെയ്യ്. ഓൾറൈറ്റ് കീക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 75. ദാ കിടക്കുന്നു യോയോ. വേഗം വേഗം ചെന്നെടുക്ക്. റോപ്പ് മാന്റെ കയറ് ആരെയും വിട്ടേക്കില്ല. വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. യോയോ റോപ്മാന്റെ കയ്യിൽ ചെന്ന് പെടാതെ നമ്മൾ തടയണം. ഇനി ഞാൻ എന്റെ ഈ ഫിലിം ഷൂട്ടിംഗ് ഡ്രാമയൊക്കെ ഒന്ന് നിർത്തിയിട്ട് ബോസിന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഞാൻ സൂപ്പർ സ്പീഡോയെ തട്ടിത്തെറിപ്പിച്ച് ചിന്ന ഭിന്നമാക്കും. കീക്കോ, ആ കയറിന് മൊത്തമായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. ഫുൾ സ്ട്രെങ്തോടു കൂടി എന്നെ താഴേക്ക് വലിച്ചോണ്ടിരിക്കുകയാണ്. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 77 അപ്ലൈ ചെയ്യ്. എന്തെങ്കിലും ഒന്ന് ആലോചിക്കുക കീക്കോ, അല്ലെങ്കിൽ ആ ജാക്ക് നമ്മളെ മാത്രമല്ല ടോട്ടൽ സൺസിറ്റിയെയും തലകീഴാക്കി മാറ്റും. ഈ റോപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഫോർമുല നമ്പർ 25. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഫോർമുല 25 അപ്ലൈ ചെയ്ത് ഞാൻ എന്റെ സൈസ് അങ്ങ് ചെറുതാക്കാം. ജാക്കിനോടാണല്ലേ കളി. ഇപ്പൊ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം.
ഇനി ആ സൂപ്പർ സ്പീഡോയുടെ കാര്യം പോക്കാണ്. ഇനി ബോസിനെ രക്ഷപ്പെടുത്താൻ ഞാൻ പോവുകയാണ്. സൂപ്പർ സ്പീഡോ വേഗം ഫോർമുല നമ്പർ 66. ആ, 2 മിനിറ്റ് സമയം തരൂ കീക്കോ. ഞാൻ ഇപ്പൊ തന്നെ ഓട്ടോ റിപ്പയർ ചെയ്തേക്കാം. ജാക്ക്, എന്റെ റോപ്പിന്റെ പവർ അവർക്ക് ശരിക്കും കാണിച്ചു കൊടുക്ക്. റോപ്പ്മാന്റെ കയറ് അതാരെയും വെറുതെ വിട്ടുവെച്ചേക്കില്ല. യെസ് ബോസ്. അവന്മാരെ 2 ടവേഴ്സാണ് തട്ടിമറിച്ചിട്ടത്. കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് ആ ടവറിൽ ആരും തന്നെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ജനങ്ങൾ പലപേരുടെയും ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ഞാൻ ആ യോയോയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നമുക്കൊരു ഡബോ ചെയ്ത് നോക്കാം. ഇതിൽ എന്ത് മാത്രം പവർ ഉണ്ടെന്ന് അറിയണ്ടേ. കലക്കിയല്ലോ ബോസ്. ഇത് ശരിക്കും പവർഫുൾ ആയ യോയോ തന്നെ. ഈ പ്രാവശ്യം എന്റെ ബർത്ത്ഡേ ദിവസം നമ്മുടെ ക്രാക്കേഴ്സ് അല്ല, ഈ യോയോയും ചേർത്ത് ബോംബ് പൊട്ടിക്കാം. ഞാനൊന്ന് നോക്കട്ടെ ബോസ്. എടാ മരമണ്ട, നീ ഇതുപോലെ കളിച്ചോണ്ടിരുന്ന നമ്മുടെ ടോട്ടൽ ഗോഡൌൺ നഷ്ടമാകും. മേലാൽ നീ ഈ യോയോയെ തൊട്ടു പോകരുത്, പറഞ്ഞേക്കാം. മനസ്സിലായോ? ഇത് നിന്റെ ബർത്ത്ഡേക്കല്ല, നിന്റെ തലയിലിട്ട് പൊട്ടിക്കും ഞാൻ. ഓക്കെ? സോറി ബോസ്, സോറി. അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയതാ. ഇനി നമുക്ക് ഈ യോയോയെ വെച്ച് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഞെട്ടിപ്പിക്കാം. അവരുടെ കയ്യിൽ നിന്ന് കാശും തട്ടിപ്പറിക്കാം. വലിയ പണക്കാരനായി മാറാം. റോപ്പ്മാന്റെ ഈ കയറ് ഒറ്റൊരുത്തനെയും വിട്ടുവെക്കില്ല. അവിടുന്നാണ് സൗണ്ട് കേൾക്കുന്നത്. അവിടെ എന്തോ ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്. കള്ളന്മാരവിടെ തമ്പിടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നത്. കലക്കി സാറേ, എന്തൊരു കണ്ടുപിടുത്തമാ നിങ്ങളുടേത്. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. കേക്കോ, ആ യോയോ തെറ്റായ കൈകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അപകടം പിടിച്ച ആയുധമായി മാറാൻ ചാൻസ് ഉണ്ട്. നീ എന്തെങ്കിലും ചെയ്ത് ആ യോയോ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഞാനത് തിരിച്ചു കൊണ്ടുവരും ഡോക്ടർ ഖുറാന. പക്ഷേ എനിക്കൊരു കാര്യമാണ് മനസ്സിലാവാത്തത്. നിങ്ങൾ എന്തിനാ ഇതുപോലെയുള്ള അപകടം പിടിച്ച സാധനം ഉണ്ടാക്കുന്നത്? സൂപ്പർ സ്പീഡോ, ഡോക്ടർ ഖുറാന ആ യോയോയെ നല്ല കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ. ദുർഭാഗ്യവശാൽ അത് തെറ്റായ കൈകളിൽ ചെന്നെത്തിയിരിക്കുക. കാരണം തെറ്റല്ല, അതിഭയങ്കര തെറ്റാണ്. ആ തെറ്റിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ലെന്നേ. ശരിക്കും പറഞ്ഞ എത്ര വലുതെന്നറിയോ? എന്റെ വിശപ്പ് പോലെ വലുതാണ്. ഞാൻ അല്പം കഴിക്കട്ടെ. ഇന്ന് മാത്രം ട്യൂസ്ഡേ അല്ലായിരുന്നുവെങ്കിൽ അപ്പൊ ഞാൻ ആ റോപ്പ്മാനെ ആ റോപ്പിൽ തന്നെ കെട്ടിവെച്ച് അടിച്ച് കൊല്ലുമായിരുന്നു. പിന്നെ ജന്മത്തിൽ ഒരിക്കലും റോപ്പല്ല, കളിക്കാനുള്ള നൂല് പോലും അവൻ കൈകൊണ്ട് തൊടില്ലായിരുന്നു. നിങ്ങൾ കാര്യമായിട്ട് പറയണോ മേയർ അങ്കിൾ? അല്ലാതെ പിന്നെ ഞാനിപ്പോ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ കയറിന്റെ ബണ്ടിൽ വന്ന് വീഴട്ടെ. എന്ന് വെച്ചാൽ ഇത്ര നേരം പറഞ്ഞ എല്ലാം പച്ചക്കള്ളം അല്ലേ? കയറിന് പകരം ലസ്സി വന്ന് വീണിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാനതൊരു ഒറ്റ വലിക്കെന്റെ വയറ്റിനകത്ത് ആക്കുമായിരുന്നില്ലേ? ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. ആ റോപ്പ്മാൻ തമ്പടിച്ചിരിക്കുന്ന സ്ഥലം മാത്രം നമ്മൾ കണ്ടെത്തിയാ മതി. മലശിഖരങ്ങളിൽ ആരോ എന്തോ വെടിപൊട്ടിക്കുന്നുണ്ട്. ശബ്ദം കേട്ടു. എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞു വരുന്നത് സൺസിറ്റിക്ക് പുറത്തുള്ള മലശിഖരങ്ങളില്ലേ, അവിടെ ബോംബ് പൊട്ടുന്ന ശബ്ദവും പുകയും ഞങ്ങൾ കണ്ടതാണ്. ബോംബ് ബ്ലാസ്റ്റോ? ഞാൻ വിചാരിച്ചത് അവര് മലകളിൽ പതുങ്ങിയിരിക്കുകയെന്നാ. പക്ഷേ കീക്കോ, സൺസിറ്റിയുടെ പുറത്ത് മൗണ്ടൻസിന്റെ ഒരു വലിയൊരു റേഞ്ച് ഉണ്ട്. നമ്മൾ അവരെ എവിടെ ചെന്ന് തേടും? ബഡി, നീ ഫോർമുല നമ്പർ 1, 2, 3 അപ്ലൈ ചെയ്ത് കുറച്ച് സമയത്തിന് മുമ്പുള്ള സാറ്റലൈറ്റ് ഇമേജ് സ്കാൻ ചെയ്യ്. ബ്ലാസ്റ്റ് ഏത് മൗണ്ടനിലാ ഉണ്ടായെന്ന് നോക്ക്. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഞാൻ ഇപ്പൊ തന്നെ ഫോർമുല 1, 2, 3 ആക്ടിവേറ്റ് ചെയ്ത് സാറ്റലൈറ്റിലേക്ക് കണക്ട് ആവാൻ പോവാണ്. എന്റെ അമ്മച്ചിയെ,
അവിടെ ഇവിടെ എല്ലാം ബ്ലാസ്റ്റ് ആവുന്നുണ്ടല്ലോ. ഞാനൊരു അല്പം കഴിച്ചോട്ടെ. ആ ബ്ലാസ്റ്റ് ആയ മൗണ്ടൻ ലൊക്കേഷൻസ് മാർക്ക് ചെയ്ത് വെക്ക്. അതിന്റെ അടുത്ത് എവിടെയെങ്കിലും റോപ്പ്മാൻ തമ്പടിച്ചിരിക്കുകയായിരിക്കും. റോപ്പ്മാൻ പതുങ്ങിയിരിക്കുന്നത് ഇവിടെ ആയിരിക്കും. അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു ഗുഹയുണ്ട്. ജാക്കിന്റെ വണ്ടി ഇവിടെയാണല്ലോ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. വെൽക്കം കിക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. റോപ്പ്മാന്റെ കയറിൽ നിന്നും ഒരൊറ്റ ഒരുത്തന് രക്ഷപ്പെടാൻ പോകുന്നില്ല. യോയോയുടെ ബ്ലാസ്റ്റ് കാരണം എന്റെ ഒരുപാട് പാർട്സ് ഡാമേജ് ആയി പോയി. ഈക്കോ നീ ചെന്ന് റോബോമാനെ തടഞ്ഞു നിർത്തൂ. അതിനുള്ളിൽ ഞാൻ ഓട്ടോ റിപ്പയർ ചെയ്തേക്കാം. ഓക്കെ ബഡി, പക്ഷെ സൂക്ഷിക്കണം. സൂക്ഷിക്കാൻ ഇനി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീയാണ് സൂക്ഷിക്കേണ്ടത് കിക്കോ. കാരണം നീ ഇപ്പോ ഏറ്റുമുട്ടാൻ വന്നിരിക്കുന്നത് റോപ്പ്മാനുമായിട്ടാണ്. എനിക്ക് സ്ഥലം വിട്ട് അനങ്ങാൻ പോലും പറ്റുന്നില്ല കീക്കോ. എത്രയും പെട്ടെന്ന് ഒരു ഫോർമുല നമ്പർ പറയൂ. ഫോർമുല വെച്ച് കളിച്ചതൊക്കെ മതിയാക്കട കൊച്ചനെ. ഇവിടെ റോപ്പ്മാൻ വെക്കുന്നത് തന്നെയാണ് ഫോർമുല. ഇവിടെ റോപ്പ്മാൻ വിചാരിക്കുന്നത് നടക്കൂ. റോപ്പ്മാന്റെ ഈ കയറ് ഒരുത്തനെയും വിട്ട് വെച്ചേക്കില്ല. ഫോർമുല നമ്പർ പറയാതെ എനിക്ക് സൂപ്പർ സ്പീഡോയെ രക്ഷിക്കാനാവില്ല. പക്ഷെ വായി തുറക്കാതെ എനിക്ക് ഫോർമുല നമ്പർ പറയാനും പറ്റില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ട്രിക്ക് ചെയ്തേ പറ്റൂ. ഐഡിയ. സൂപ്പർ സ്പീഡോ ഫോർമുല 125. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 125. ജാക്ക്, ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള സമയമായി കഴിഞ്ഞു. കയർ വെച്ചൊരു നെറ്റ് ക്രിയേറ്റ് ചെയ്യ്. നമ്മുടെ വണ്ടിയുടെ പവർ എന്താന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. റോപ്പ്മാന്റെ കയറ് ഒരൊറ്റ ഒരുത്തനെയും വിട്ട് വെച്ചേക്കില്ല. നിങ്ങൾ യോയോയും കൊണ്ട് പൊയ്ക്കോളൂ. ഇവര് രണ്ടുപേരുടെയും കഥ ഞാൻ അവസാനിപ്പിച്ചോളാം. ഈ പ്രാവശ്യം ഞാൻ ശരിക്കും അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. സൂപ്പർ സ്പീഡോ ചിന്നാഭിന്നമായി ചിതറിപ്പോകും. റെഡിയാകും സൂപ്പർ സ്പീഡോ. റോപ്പ്മാനെ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ജാക്കിന്റെ വണ്ടി പീസ് ആക്കണം. കറക്റ്റ് സമയത്ത് ഫോർമുല നമ്പർ 777 അപ്ലൈ ചെയ്യും. ഗോൾഡൻ ഐഡിയ ബ്രോ. ജാക്കിനെ ഇവിടെ തന്നെ വിട്ടേക്ക് ബഡി. ചട്പട്ട് അങ്കിൾ വന്ന് അവനെ അറസ്റ്റ് ചെയ്തോളും. വാ, നമുക്ക് വേഗം ചെന്ന് റോപ്പ്മാനെ പിടിക്കാം. പക്ഷേ കീക്കോ, റോപ്പ്മാൻ റോപ്പിന്റെ മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ ടയേഴ്സ് വെച്ച് റോപ്പിൽ സഞ്ചരിക്കുവാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഫോർമുല 111 അപ്ലൈ ചെയ്യ്. റൈറ്റ് കീക്കോ. ഇനി ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ മതിയാകൂ. റോപ്പ്മാന്റെ കയറ് ഒരൊറ്റ ഒരുത്തനെയും വിട്ടു വെക്കില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല 37. കീക്കോ, ഇങ്ങനെ പോയാൽ ആ റോപ്പ്മാൻ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ അവന്റെ കയ്യിലുള്ള യോയോയെ തട്ടിപ്പറിച്ചേ പറ്റൂ. യോയോ സ്ട്രോങ് ആണ്, പക്ഷെ അതിന് ഹാൻഡിൽ ഇല്ല. ഒരു കാര്യം ചെയ്യ്, ഫോർമുല 234 അപ്ലൈ ചെയ്യ്. നമ്മൾ ക്രിക്കറ്റ് കളിച്ച ഒരുപാട് ദിവസമായി. നീ എന്റെ യോയോയെ തകർത്തു അല്ലേ? ഇനി ഞാൻ നിന്നെ വിട്ടേക്കില്ല, നോക്കിക്കോ.
കയറിൽ കെട്ടി തൂക്കി അഭ്യാസം കാണിച്ചതൊക്കെ മതിയാക്കി നീ ഇപ്പൊ താഴേക്ക് വന്നില്ലേ? എന്ന് വെച്ചോ സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.